ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ജർമ്മൻ ലാംഗ്വേജ് ക്ലാസ്സസ് ആണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. നമുക്ക് ജർമ്മൻ A1 to B2 വരെ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ജർമ്മനി ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കൺട്രി ആണല്ലോ. ഒരുപാട് കോഴ്സസും ഓപ്പർച്യൂണിറ്റിയും വേക്കൻസിയും ഒക്കെ ഉള്ളതറിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പോൾ ജർമ്മനിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മെയിൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് ചോദിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷൻസി തന്നെയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ എക്സാമുകളെക്കുറിച്ചിട്ടും ലെവൽസിനെക്കുറിച്ചും മൊഡ്യൂളെക്കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. മെയിനായിട്ടും ഗോയിത്തെ, ടെൽക്ക്, OST എക്സാമുകളാണുള്ളത്. ഏത് എക്സാം എഴുതണം എന്നുള്ളത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. ശരിക്കും ജർമ്മനിൽ 6 ഡിസ്റ്റിങ്ക്റ്റ് ലെവൽസ് ഉണ്ടെങ്കിലും നമുക്ക് 4 ലെവൽസ് മതിയാവും, അപ് ടു B2. ഈ B2 തന്നെ നമ്മൾ പോകുന്ന കോഴ്സ് അനുസരിച്ചിട്ട് വേരി ചെയ്യാം. ചില കോഴ്സുകൾക്ക് A2, ചില കോഴ്സുകൾക്ക് B1, ചിലതിന് B2. ഇനി നമുക്ക് 4 മൊഡ്യൂൾസുകളെ പരിചയപ്പെടാം. ലേസൺ, ഹിയോറൻ, ഷ്രൈബൻ, സ്പ്രെഷൻ. ഇങ്ങനെ 4 മൊഡ്യൂൾസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ലേസൺ എന്ന് പറഞ്ഞാൽ റീഡിങ്ങും, ഹിയോറൻ എന്ന് പറഞ്ഞാൽ ലിസണിങ്ങും, ഷ്രൈബൻ റൈറ്റിങ്ങും, സ്പ്രെഷൻ സ്പീക്കിങ്ങുമാണ്. ഇനി നമുക്ക് ഈ ഓരോ മൊഡ്യൂൾസിനെ കുറിച്ചും ഒന്ന് വിശദീകരിച്ച് നോക്കാം. ഫസ്റ്റ് ലേസൺ. ലേസൺ എന്ന് പറഞ്ഞാൽ റീഡിംഗ് ആണ്. സോ വായിക്കുക. ആദ്യം നമ്മൾ ചെറിയ സെൻറ്റൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതുവഴി നമ്മളുടെ വൊക്കാബുലറിയും ഗ്രാമറും ഒക്കെ ഇമ്പ്രൂവ് ആവും. അത് കഴിഞ്ഞാൽ ചെറിയ പാരഗ്രാഫ് വായിച്ച് തുടങ്ങുക. വായിക്കാൻ നമ്മളുടെ കോഴ്സ് ടെക്സ്റ്റ് ബുക്കോ സൈറ്റോ ആപ്പോ ഒക്കെ യൂസ് ചെയ്യുക. ഇനിയുള്ള എൻ്റെ വരും വീഡിയോസിൽ ഇതുപോലുള്ള ആപ്പുകളും സൈറ്റുകളും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ഹിയോറൻ. ഹിയോറൻ എന്ന് പറഞ്ഞാൽ ലിസണിങ് ആണ്. സോ കേൾക്കുക. നമ്മൾക്ക് മൂവീസ് വാച്ച് ചെയ്യാം, പോഡ്കാസ്റ്റ് കേൾക്കാം. ഇതുവഴിയൊക്കെ നമ്മളുടെ ഹിയോറൻ ഇമ്പ്രൂവ് ആവാൻ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആദ്യമൊന്നും നമുക്കൊന്നും മനസ്സിലാവില്ലെങ്കിലും നമ്മളതിനെ ശ്രദ്ധിച്ചിരുന്ന് വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ കേൾക്കുന്ന വേർഡ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാനൊക്കെ ശ്രമിച്ച് പതുക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ നല്ലൊരു മാറ്റം ഹിയോറനിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റും. സോ ലിസണിങ് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം റീഡിംഗ് പോലെ നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു ടൈം ചിലപ്പോൾ ലിസണിങ് കേൾക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല. സോ ആദ്യം കേൾക്കുമ്പോൾ തന്നെ ക്യാച്ച് ചെയ്യാനും വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യുന്നത് ത്രൂ നമുക്ക് വളരെ സഹായകരമായിരിക്കും. അടുത്തത് ഷ്രൈബനാണ്. ഷ്രൈബൻ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ആണ്. സോ എഴുതുക. നമ്മൾ A1 കയറുമ്പോൾ തൊട്ട് ഒരുപാട് വൊക്കാബുലറീസും ഗ്രാമറും സിമ്പിൾ സെൻറ്റൻസും ഒക്കെ നമ്മൾ പഠിക്കും. ഇതൊക്കെ വെച്ചിട്ട് ചെറിയ സെൻറ്റൻസുകളും പാരഗ്രാഫ്സും ഒക്കെ എഴുതാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ശീലം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് പിന്നീടുള്ള നമ്മളുടെ ജർമ്മൻ ലാംഗ്വേജ് സ്റ്റഡി കുറച്ചുകൂടി ഈസി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് സ്പ്രെഷനാണ്. സ്പ്രെഷൻ എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ആണ്. എല്ലാ മൊഡ്യൂൾസിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞാലും സ്പ്രെഷന് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ജർമ്മൻ പഠിച്ചു തുടങ്ങുമ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതും സ്പ്രെഷനായിരിക്കും അല്ലേ. സ്പീക്ക് ചെയ്യണം, മറ്റുള്ളവരോട് സംസാരിക്കണം. സോ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂവീസ് വാച്ച് ചെയ്യാം. നമ്മൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ കൂടി അവർ പറയുന്ന ആക്സൻറ്റും ശൈലിയൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളും നമ്മളുടെ ഒപ്പീനിയൻസും നമ്മളുടെ കോൺവെർസേഷൻസും ഒക്കെ ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അത്രയൊക്കെയാണ് ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ച് വളരെ ബേസിക്കായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനിയുള്ള നമ്മളുടെ വീഡിയോസിൽ ജർമ്മൻ A1 to B2 ലെവൽ ഓഫ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ജർമ്മൻ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.